ഈ വീക്കിൽ നമ്മൾ നടത്തിയ വീക്ക്ലി അനലൈസിൻ്റെ ഒരു റിസൾട്ട് വീഡിയോ ആണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 3 എൻട്രീസും ലഭിച്ചിരുന്നു. ആ എൻട്രീസിൻ്റെ എക്സ്പ്ലനേഷന് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാർട്ട് എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഗോൾഡിന്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ വീക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു ബുൾ റൺ ആയിരുന്നു. അതേപോലെ മാർക്കറ്റ് എന്ത് തന്നു നമുക്ക് ഈ വീക്കിൽ ഒരു ബുൾ റൺ തന്നു. ബട്ട് സ്റ്റിൽ ഈ ലിക്വിഡിറ്റി പെൻഡിങ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീക്ക്ലി അനലൈസിൽ പറഞ്ഞതുപോലെ മാർക്കറ്റ് എന്ത് തരും? ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇതിന്റെ കൂടെ നമുക്ക് ഈ വീക്കിൽ നമുക്ക് ബുൾ റൺ തന്നതിന്റെ കൂടെ മാർക്കറ്റ് എന്ത് തന്നു? ഒരു 3 എൻട്രി നമുക്ക് മാർക്കറ്റ് ഗോൾഡിൽ തന്നിരുന്നു. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ 3 എൻട്രി ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നമുക്ക് ആദ്യത്തെ എൻട്രി തന്നത് ചൊവ്വാഴ്ച ആയിരുന്നു. ചൊവ്വാഴ്ച ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് ഈ അക്യുമുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു മാനിപ്പുലേഷൻ തന്നതിന് ശേഷമുള്ള എൻട്രി നമ്മൾ എന്ത് ചെയ്തു? പുഷ് ചെയ്തു. അതൊരു സെൽ സൈഡിലേക്കായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു 1 അവറിലുള്ള ഒരു നല്ലൊരു ഓർഡർ ഫ്ലോ എന്നുള്ള എൻട്രി നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് പുഷ് ചെയ്തു. മാർക്കറ്റ് അതേപോലെ ബൈ സൈഡിലേക്ക് പോയി. പിന്നെ നമുക്ക് ഒരു എൻട്രി കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമുക്ക് കിട്ടിയ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു 30 മിനിറ്റ്സിൽ നല്ലൊരു ഡിമാൻഡ് സോണിൽ നിന്ന് നമ്മൾ അടുത്തുള്ള നിയറസ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റിയിലേക്ക് ടാർഗറ്റ് ചെയ്തു. ഇനി നമ്മൾ യൂറോ യു എസ് ഡിന്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ യൂറോ യു എസ് ഡി നമുക്ക് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു ബൈ സൈഡിലേക്ക് ഒരു പഞ്ച് തരുന്നുണ്ട്. ബട്ട് നമ്മൾ ഇതിൽ യൂറോ യു എസ് ഡിയിൽ നമ്മൾ എന്തെടുത്തിട്ടില്ല? എൻട്രി എടുത്തിട്ടില്ല. പക്ഷെ നമ്മളെ വ്യൂ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു പുഷ് തന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഈ നിയറസ്റ്റ് അവൈലബിൾ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുമെന്നാണ്. ഇനി നമ്മൾ ജി ബി പി യു എസ് ഡിയിലേക്ക് വന്നാൽ നമുക്കറിയാം എന്താ നമ്മൾ പറഞ്ഞു? ഒരു ഓർഡർ ഫ്ലോ എന്നാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്. നമ്മൾ എന്ത് വിചാരിക്കുന്നു? താഴെയുള്ള സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്യുന്നു. പക്ഷെ മാർക്കറ്റ് ഇപ്പോഴും ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനാവുന്നില്ല? ഒരു നല്ലൊരു എൻട്രി പുഷ് ചെയ്യാനാവിട്ടില്ല. അപ്പൊ നമുക്ക് ഈ വീക്കിലെ 3 എക്സ്പെക്ടേഷനിൽ നമുക്ക് പറഞ്ഞതുപോലെ ഗോൾഡ് എന്ത് തന്നു? ഒരു ബൈ സൈഡിലേക്കുള്ള ഒരു ബുൾ റൺ തന്നു. അതുപോലെ യൂറോ നമുക്കൊരു സെൽ സൈഡിൽ നിന്ന് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ഒരു ബുൾ സൈഡിലേക്കുള്ള റിവേഴ്സലിന്റെ സൈൻ തന്നുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ജി ബി പി യു എസ് ഡി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എന്താണ്? ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജ് ആണ്. നമ്മൾ എന്ത് വിചാരിക്കുന്നു? ഈ ഒരു 2 സെൽ സൈഡ് ലിക്വിഡിറ്റിയും മാർക്കറ്റ് എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളെ ഈ വീക്കിൽ അനലൈസ് ചെയ്തതിന്റെ ഒരു ഡീറ്റെയിലിംഗ്. ഓക്കെ.